ഇതൊക്കെ ഇപ്പൊ എന്തിനാ എടുക്കണേ? ഇതെന്താന്ന് അറിയാമോ നിങ്ങക്ക്? ഇത് നമ്മുടെ വെഡിങ് ഫോട്ടോ അല്ലേ? കല്യാണ ഫോട്ടോ മാത്രമല്ല, എന്റെ ജീവിതത്തിൽ പറ്റിയ ഏറ്റവും വലിയ അബദ്ധത്തിന്റെ അടയാളം കൂടിയാണിത്. നിങ്ങൾക്ക് എന്നെ ഇഷ്ടമല്ലെങ്കിലും ഇത് എന്റെ ഇരിക്കട്ടെ. എനിക്ക് അങ്ങനെ അല്ലല്ല, എന്റെ ആമ്പാടി അച്ഛനായി പോയില്ലേ. എടി നീ ഇതെന്തൊക്കെ ഈ പറയണേ? അതെ, ആമ്പാടിയുടെ മാത്രമല്ല പല കുട്ടികളുടെ അച്ഛനാണെന്ന് എനിക്ക് ഇന്നല്ലേ മനസ്സിലായത്. നീ ഇതെന്തൊക്കെ പറയണേ? നിങ്ങൾ ഇന്ന് രാവിലെ എവിടെയാ പോയത്? രാവിലെ എവിടെയാ? ഓഫീസിക്ക്. ഓഫീസിലാ പോയത്? സത്യം സത്യം. ആമ്പാടിയെ തലേ തൊട്ട് സത്യം ചെയ്. എന്റെ കൊച്ചിന്റെ തലേ തൊട്ട് കള്ളസത്യം ചെയ്താണ്ടല്ലേ തലമണ്ട തല്ലി പൊളിക്കും ഞാൻ. കള്ളസത്യോ? ഞാൻ ഓഫീസിൽ പോയെന്ന്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഞാൻ നിങ്ങൾ ഓഫീസിൽ വിളിച്ചിരുന്നു. അപ്പൊ നിങ്ങൾ അവിടെ എത്തിയിട്ടില്ല എന്ന് ഓഫീസിൽ നിന്ന് പറഞ്ഞല്ല. നിങ്ങൾ ആ കൊച്ചിന്റെ തലേ തൊട്ട് കള്ളസത്യം ചെയ്യാൻ പോണല്ലേ? ഒന്ന് നിങ്ങളെ കൊച്ചല്ലേ അത്? ഒന്ന് രക്തത്തിൽ പറഞ്ഞ കൊച്ചിന്റെ അടുത്തുള്ള ആത്മാർത്ഥല്ലാത്തൊരു മനുഷ്യൻ. ഇവളിതെന്തൊക്കെയാണ് ഈ പറയണേ? അച്ഛന്റെ കള്ളദ്രോഗ പൊളിഞ്ഞല്ലേ? അച്ഛന്റെ ഫോട്ടോ അമ്മേടെ ഫോണിലോട്ട് പോയി. അമ്മയുടെ ഫോണിലോട്ട് പോയെന്നാ? ഫോട്ടോയാ? നീ എങ്ങനെ അറിഞ്ഞു? അതൊക്കെ ഞാൻ അറിഞ്ഞു. തുടരുത്. എടി ഞാൻ ഇന്ന് ഓഫീസിൽ പോയില്ല എന്നുള്ളത് സത്യം. എന്റെ ഓഫീസിൽ പോയില്ല, ഹെഡ് ഓഫീസിൽ പോയിരുന്നു, സെക്രട്ടേറിയറ്റില്. സെക്രട്ടേറിയറ്റിൽ പോയാ നിങ്ങൾ? പോയെന്ന്. സെക്രട്ടേറിയറ്റിൽ മാത്രമേ പോയുള്ളൂ? പിന്നല്ല, ഞാൻ അവിടെ പോയാ. നമ്മുടെ മോൻ അമ്പാടിയാണ്. എന്റെ കൊച്ചിനെ കൂടെ നിങ്ങൾ സത്യം കേട്ടോ. എന്റെ കൊച്ചിനെ തുടരുത്. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറയുമല്ല, കുറെ കാലം കുറെ ആൾക്കാരെ പറ്റിക്കാൻ പറ്റും, കുറച്ചു കാലം കുറച്ച് ആൾക്കാരെ പറ്റിക്കാൻ. അങ്ങനെയല്ല, കുറെ പേരെ കുറച്ചു കാലം പറ്റിക്കാം, കുറച്ചു പേരെ കുറെ കാലം പറ്റിക്കാം. പക്ഷെ അങ്ങനെ നിങ്ങൾക്ക് എന്നെ എല്ലാ കാലം പറ്റിക്കാൻ പറ്റൂല. ഇങ്ങനെ പറയാൻ മാത്രം ഇന്നിപ്പോ ഇവിടെ എന്താ ഉണ്ടായത്? മോളിരുന്ന് എല്ലാം ഒരാൾ കാണുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് എല്ലാ സത്യം എനിക്കിന്ന് മനസ്സിലായത്. അപ്പൊ ദൈവം നേരിട്ട് വന്നാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞത്. എന്താ കാര്യം എന്താ നിങ്ങൾ പറ. എന്റെ ദൈവത്തിന് നിങ്ങൾ തൊട്ട് കളിക്കരുത്. എന്റെ ദൈവത്തിന് നിങ്ങൾ തൊട്ട് കളിക്കരുത്. നിങ്ങൾക്ക് ദൈവത്തിന് വിശ്വാസം ഇല്ലല്ലോ. നിങ്ങൾ മറ്റേ ശാസ്ത്രജ്ഞനല്ലേ? തന്നെ. പക്ഷേ എല്ലാം ഒരാൾ കാണണ്ടായിരുന്നു. ആര് കാണണ്ടായിരുന്നു? മറ്റേ ഇത് CCTV ക്യാമറ. CCTV മോളിൽ ഇരുന്ന് കാണണ്ടായിരുന്നു? CCTV അല്ല, മറ്റേ ഇത് ക്യാമറ. അല്ല, എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾക്ക് മനസ്സിലായില്ല, എനിക്കും ആദ്യം മനസ്സിലായില്ല. പക്ഷെ ഇത് സൂം ചെയ്ത് കണ്ടെത്തി. അല്ലെങ്കിലേ എന്നും കാറിൽ പോണ മനുഷ്യൻ ഇന്ന് തലയിൽ കുറവൊരു ഹെൽമെറ്റ് എടുത്ത് ഫിറ്റ് ചെയ്ത് നിങ്ങൾ സ്കൂട്ടറിൽ പോകാൻ കാരണം എന്താണ്? അത് ഇപ്പൊ കളക്ടറേറ്റിലത്തെ പോലെയല്ല, സെക്രട്ടേറിയറ്റിൽ കാർ പറിക്കാനൊക്കെ സ്ഥലം കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാ. അതുകൊണ്ടൊന്നും അല്ല, നിങ്ങൾ ഹെൽമെറ്റ് ഫിറ്റ് ചെയ്ത് പോയാൽ ആരും നിങ്ങൾ തിരിച്ചറിയില്ല നിങ്ങൾ വിചാരിച്ച്. പക്ഷെ ദൈവം എന്റെ കൂടെ ഉണ്ട്, അതാണ് എനിക്ക് എല്ലാ സത്യം ഒന്ന് മനസ്സിലായത്. എന്തോന്ന് മനസ്സിലായി? അന്ന് ഭഗവാൻ അയച്ചാണ് നിങ്ങൾ ഇന്ന് കൊണ്ടുപോയ സ്കൂട്ടർ ആരുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്തേക്കണം? എന്റെ പേരിൽ തന്നെ. അന്ന് ഈശ്വരനായിട്ട് അന്ന് രജിസ്റ്റർ ചെയ്തപ്പോഴത്തെ എന്റെ നമ്പർ കൊടുക്കാൻ തോന്നി. അതിനിപ്പോ എന്താ നല്ലതല്ലേ? അതാണ്. അതുകൊണ്ടല്ലേ ഇത് നിങ്ങളെ കള്ള കാമുകയും മറ്റോ ഒളിച്ചു വെച്ചേക്കുന്ന കുട്ടിയെ കൊണ്ട് നിങ്ങൾ ഇങ്ങനെ സ്കൂട്ടറിൽ ഊരി ചുറ്റാൻ പോയത് എനിക്ക് ഫോട്ടോ കിട്ടിയത്. ഫോട്ടോ കിട്ടിയെന്നാ? നിങ്ങൾ പോയത് എനിക്ക് AI ക്യാമറ അതേപോലെ നിങ്ങളുടെ ഫാമിലി ഫോട്ടോ എടുത്ത് അയച്ചു എന്റെ വാട്സാപ്പിൽ. അറിയൂലെന്ന് വിചാരിച്ചെന്ന്. എന്റെ രഹസ്യമായി ഒന്നും അറിഞ്ഞൂടാ. പലനാൾ കള്ളൻ ഒരു നാൾ പിടിയും നിങ്ങൾ കേട്ടിട്ടില്ലേ? തെളിവ് സഹിതം എന്റെ അടുത്തുണ്ട്. നിങ്ങളെ കള്ള കാമുകിയ കുട്ടിയെ കൊണ്ട് നിങ്ങൾ സ്കൂട്ടറിൽ പോണ ഫോട്ടോ ഇല്ലേ AI ക്യാമറ എടുത്ത് എനിക്ക് അയച്ചു നോക്ക്. ഇത് നിങ്ങളല്ലേ? ഈ ഫ്രണ്ട് ഇരിക്കുന്നത് നിങ്ങളല്ലേ? നമ്മുടെ സ്കൂട്ടർ ഇത് എന്റെ സ്കൂട്ടർ അല്ലേ? എന്റേത് എന്റെ സ്കൂട്ടർ അല്ലേ? ഈ പുറകിരിക്കുന്ന ഏവള് പറ. അത് എനിക്കറിഞ്ഞു. എടി ഇത് AI ക്യാമറ അല്ലേ? ഇത് റോഡിന്റെ സൈഡിൽ പോലീസുകാർ എടുത്ത്. ആയിക്കോട്ടെ, അവളാര്? അല്ല എടി, അത് അവര് നിങ്ങളെ ബന്ധുക്കളാണെന്ന് പറയാൻ വേണ്ടി വരികയായിരിക്കും. അവളെ തലയ്ക്ക് സൈസ് ആയിട്ടുള്ള ഹെൽമെറ്റ് നിങ്ങൾക്ക് കിട്ടിയില്ലേ? എടി ഇതായിരുന്ന കാര്യം. എടി സംഭവം എന്താന്ന് വെച്ചാലേ, എന്റെ അടുത്ത് നിങ്ങൾ ഒന്നും പറയണ്ട. ഞാൻ എന്റെ ആമ്പാടിയെ കൊണ്ട് ഞാൻ എന്റെ വീട്ടിൽ ഞാൻ ഒഴിഞ്ഞു തന്നേരാം. നിങ്ങളെ കള്ള കാമുകയെ നിങ്ങളെ കൊച്ചിനെ കൊണ്ട് ഈ വീട്ടിൽ നിന്ന് സ്വന്തമായിട്ട് സുഖമായിട്ട് ജീവിച്ചു. ഞാൻ പറയണത് നീ ഒന്ന് സമാധാനമായിട്ട് ഒന്ന് സ്വസ്ഥമായിട്ട് നീ ഒന്ന് കേക്ക്. അതായത് ഞാൻ ഇന്ന് രാവിലെ സെക്രട്ടേറിയറ്റിലേക്ക് എന്റെ ദേഹത്തോടെ ഇരുന്നേട്ടാ മിണ്ടാതിരി. തുടരുന്നു. മാമ വന്നു. മാമനെ വിളിച്ചു വരുത്തിയാ? ശരിയാക്കി തരാം ഞാൻ. ശരിയാക്കി തരാം ഞാൻ.